വെൽക്കം ബാക്ക് ടു ഇജു വാലെ 2.0. അപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അറിയിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. +2 സേ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ കൊമേഴ്സ് ബാച്ചിലെ +2 സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കുറേ സ്റ്റുഡൻസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും അധികം ആൾക്കാർ ഇപ്പോൾ അക്കൗണ്ടൻസി എക്കണോമിക്സ് ഒക്കെ ചോദിക്കുന്നതോടൊപ്പം ഇംഗ്ലീഷ് എക്കണോമിക്സ് അക്കൗണ്ടൻസി കൂടുതലും അതിനാണ് കുട്ടികൾ നമ്മളോട് സേ ബാച്ച് ചോദിച്ചത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് എൻക്വയറി വന്ന സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എന്തുകൊണ്ടാണ് മിസ്സേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കാത്തത്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് പാസ്സായാൽ മതി. പിന്നെ ഓരോരുത്തരുടെ മാർക്ക് ലിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രാക്ടിക്കലിൽ മാർക്ക് ഉണ്ട് അവർക്ക്, പക്ഷേ തിയറി എക്സാമിലാണ് ഫെയിൽ. നമ്മൾ തിയറിയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ഈ ഒരു സബ്ജക്റ്റ് എടുക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആലോചിച്ചിരുന്നു, പക്ഷേ എടുക്കാത്ത കാരണം ഇതായിരുന്നു. കാരണം അത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ഇതിന് പകരം പല സ്കൂളുകളിലും മാത്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ കൂടുതലും സ്റ്റുഡൻസ് കുറവായിരിക്കാം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് കുറവായിട്ടുള്ള കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാഞ്ഞത്, ആ ഒരു സബ്ജക്റ്റ് എടുക്കാഞ്ഞത്. ഓക്കെ, നമ്മൾ നമ്മുടെ സേ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് അതാണ്. പക്ഷേ നിരന്തരമായ നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇജു വാലെ 2.0 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സേ എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാത്ത ആ സബ്ജക്റ്റിനെ ഒരുപാട് നിങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മൂലം, കാരണം ഇപ്പോൾ 2 വിഷയത്തിൽ ഫെയിലായത് എല്ലാവരും ഒരുവിധം ചിലപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മിസ്സേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിപ്പിക്കുന്ന വേറെ ആരെങ്കിലും മിസ്സിന് ഞങ്ങളൊന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ, അങ്ങനെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. കാരണം അവർക്ക് ഇതിൽ പാസ്സായി പറ്റൂ, വേറൊരു ഓപ്ഷൻ അവരുടെ മുന്നിലില്ല. അപ്പോൾ അവർ പറയണത് മിസ്സിൻ്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു തരാം. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. അത്രയും നിങ്ങൾ കാല് പിടിച്ചിട്ട് നമ്മളോട് പറയുകയാണ് സേ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും അവർക്ക് പാസ്സായാൽ മതി. ഇപ്പോൾ ഒരു 60 മാർക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എങ്കിൽ നമുക്ക് എങ്ങനെയും നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു 40-ന്റെ മേലെ നമുക്ക് എത്തിക്കാം. തിയറി ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ, ബാക്കിയുള്ളത് പ്രാക്ടിക്കലാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം കൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് പിന്നീട് ആലോചിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ 60 മാർക്കിൻ്റെ ഈ പേപ്പർ നമുക്ക് നിങ്ങൾക്ക് പാസ്സാക്കി തരല്ലേ വേണ്ട. പാസ്സാക്കൽ മാത്രമല്ല, ഞാൻ 40 മാർക്ക് എങ്ങനെ നമുക്ക് വാങ്ങാം. അതിൽ പ്രോഗ്രാംസുകൾ നിങ്ങൾ മാറ്റി നിർത്തിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ഒരു പ്രോഗ്രാമാണ് വരിക. 5 മാർക്ക് മാറ്റി നിർത്തി ബാക്കി 55 മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നിരന്തരമായി നിങ്ങളുടെ ഈ ഒരു മെസ്സേജുകൾ പ്രകാരം കുറേ പാരൻസ് വിളിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മളെടുത്ത് വന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഒരാളെ പറഞ്ഞു തരുമോ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സേ ബാച്ച് തുടങ്ങുന്ന ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇന്ന് മുതൽ അഡ്മിഷൻ തുടങ്ങുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്, ഡീറ്റെയിൽസിനൊന്നും മാറ്റമല്ല. പെർ സബ്ജക്റ്റ് 1000 rupees തന്നെയാണ് നമ്മൾ ഈടാക്കുന്നത്. കാരണം നമ്മളെല്ലാ വിഷയവും ഇതുപോലെ തന്നെയാണ് പറഞ്ഞതല്ലോ. അപ്പോൾ പെർ സബ്ജക്റ്റ് 1000 rupees തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ നൈറ്റ് മുതൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ടൈമുകളെല്ലാം നിങ്ങളെ അറിയിക്കും. അഡ്മിഷൻസ് വന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമാണ്. ഓരോ സബ്ജക്റ്റ് വൈസും സെക്ഷൻ വൈസും ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ തിയറി മാർക്കൊക്കെ നമുക്ക് പോക്കറ്റിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫീൽഡായ കുട്ടികൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. ഇജു വാലെ 2.0 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ മറ്റുള്ള ക്ലാസ്സുകളും അഡ്മിഷൻ എല്ലാം എടുത്തു കഴിഞ്ഞ് അതെല്ലാം ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ പേർക്ക് ഇതുപോലെ നമ്മൾ റീഫണ്ട് ഓപ്ഷൻ കൊടുത്തിരുന്നു. കാരണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അറിയാതെ അവർ മിസ്സിൻ്റെ ചാനലിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിസ്സ് എടുക്കുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പേയ്മെൻറ്റ് നൽകുമ്പോൾ അഡ്മിഷൻ്റെ തിരക്കിൽ നമുക്ക് ഓരോ കുട്ടിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പേയ്മെൻറ്റ് ചെയ്തവരെ ലിസ്റ്റ് എടുത്തപ്പോഴാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പേയ്മെൻറ്റ് നൽകി നമുക്ക് റീഫണ്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇത് കാണുന്നുണ്ടാവാം. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കാൻ പോവുകയാണ്. സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷന് വേണ്ടിയാണ് 2 days മാറ്റി വെക്കുന്നത്. എക്സാം ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ എല്ലാ ചാപ്റ്റർ വൈസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എല്ലാം നമുക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫെയിൽഡ് ആയ കുട്ടികൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. 7990764613 ആണ്. പിന്നെ ഇതാണ് കൊമേഴ്സ് ബാച്ചിൽ മിസ്സാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുന്നത്. സയൻസ് ബാച്ചിലെ മിസ്സിൻ്റെ നമ്പർ കയ്യിലുള്ളവർ എന്ത് ചെയ്യുക, അതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ അതിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ടെൻഷൻ ആവാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.